ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ഛത്തീസ്ഗഡിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരവേട്ട തുടർന്ന് സുരക്ഷാസേന 8 നക്സലുകളെ സൈന്യം വധിച്ചു. ബിജാപൂർ വനമേഖലയിൽ തിരച്ചിലിനിടയിലാണ് സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, നമസ്തേ, ഗുഡ് മോർണിംഗ്. എന്തായാലും 2026 ചുവപ്പൻ ഭീകരത രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കും എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ തന്നെയാണ് ഛത്തീസ്ഗഡിൽ തുടർച്ചയായി ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരവേട്ട തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ വർഷം ആദ്യം ദന്തേവാഡയിൽ, പിന്നെ നാരായൺപൂരിൽ, ഇപ്പോൾ ബിജാപൂരിൽ, അങ്ങനെ നിരന്തരമായിട്ട് ഈ ഭീകരരെ വധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലത്തെ ഈ ആക്രമണം എപ്പോഴാണ് ഉണ്ടായത്? മറ്റു വിവരങ്ങൾ രജനി, ഛത്തീസ്ഗഡിലെ ബിജാപൂർ മേഖലയിൽ സുരക്ഷാ സേന വനമേഖലയിൽ തിരച്ചിൽ നടത്തുന്നതിനിടയിൽ ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരരുമായി ഏറ്റുമുട്ടൽ ഉണ്ടാവുകയായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടുത്ത വർഷം മാർച്ച് മാസത്തോടുകൂടി 2020 മാർച്ചോടുകൂടി രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ, അതായത് നക്സലിസം, മാവോയിസം തുടങ്ങിയ ചുവപ്പ് ഭീകരതയെ പൂർണ്ണമായി തുടച്ചു നീക്കും എന്ന പ്രഖ്യാപനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിനകം തന്നെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വിവിധ സമയങ്ങളിലായി സംസ്ഥാന സർക്കാരുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള യോഗങ്ങൾ ആഭ്യന്തര മന്ത്രാലയത്തിൽ വിളിച്ചു ചേർക്കുമ്പോഴെല്ലാം ഇക്കാര്യം വിശദീകരിക്കുന്നുണ്ട്. സംസ്ഥാനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടുള്ള കേന്ദ്രവും സംസ്ഥാനങ്ങളും സംയുക്തമായി നടത്തുന്ന ഓപ്പറേഷനിലാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരർ തുടർച്ചയായി വധിക്കപ്പെടുന്നത്. എന്തായാലും ബിജാപൂരിൽ ഇന്നലെ വനമേഖലയിൽ ഈ നക്സലുകൾക്കും മാവോയിസ്റ്റുകൾക്കും വേണ്ടി തിരച്ചിൽ നടത്തുന്ന ഘട്ടത്തിൽ മറഞ്ഞിരുന്ന ഭീകരവാദികൾ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർത്തു. ഇതേ തുടർന്ന് വലിയ ഏറ്റുമുട്ടൽ ഇരു വിഭാഗങ്ങൾ തമ്മിലുണ്ടായി. ഇതേ തുടർന്നാണ് 8ഓളം ഭീകരർ കൊല്ലപ്പെട്ടു എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം സുരക്ഷാ സേന നടത്തുന്നത്. അടുത്തിടെ റായ്പൂരിൽ മാവോയിസ്റ്റ് മുതിർന്ന നേതാവായിട്ടുള്ള ചലപതി ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജനുവരി 22-നാണ് സംഭവിച്ചത്. ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരവേട്ട ഛത്തീസ്ഗഡിൽ തുടരുന്നു എന്ന കൃത്യമായ സൂചന നൽകുന്നതാണ് ഇന്നലെ നടന്നിട്ടുള്ള ഈ പ്രത്യേക ഓപ്പറേഷൻ. ശരി, ഗൗതമാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.